ഷൈൻചേട്ടനെ സംബന്ധിച്ച് ഡാഡി ഇല്ലാത്ത ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ? ആ അങ്ങനെ സമയത്ത് ഒരു നമ്മളില്ലാത്ത ക്രിസ്മസും ഡാഡി ആഘോഷിച്ചിട്ടുണ്ട് കുറെ. അതിന്റെ വിഷമം നമുക്ക് അങ്ങനെ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് ഓണം അങ്ങനെയൊന്നും അല്ല വരുന്നത്. ഇടയ്ക്ക് എപ്പോഴേക്കും വരും, അത് പോവും, ഓണം പിന്നെ എപ്പോഴേക്കും വീണ്ടും വരും. എന്തായാലും ഉറപ്പാണ് വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അധികം വരിക. ഈ ആനയെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ ഷൈൻചേട്ടനെ മേടിക്കാൻ ശരിക്കും ഒരു ആനേനെ വേണ്ടി വന്നു. ആനേനെ വേണമെന്നില്ല, ആനയായാലും മതി. ഹലോ, റാംജിറാവ് സ്പീക്കിംഗ്. ബട്ട് ഐ ആം ഇൻസിഡന്റലി ക്രേസി ആൻഡ് മാഡ്നസ്. ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേറൊരു സിനിമയുടെ ഷൂട്ടിന് ബോധം വന്നു. ഞാൻ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ കാട്ടിലോട്ട് പേടിച്ചോടിയാണ്. അപ്പൊ ആ സമയത്ത് വാർത്തയൊക്കെ ആയിരുന്നു. അത് തല്ലുമാല See, they're exchanging kisses. Yeah. ഫ്ലൈങ് കിസ്. Yeah, flying kiss. കഞ്ചാവെന്ന് പറഞ്ഞ കഞ്ചാവല്ലേ, കടക്കൂന്ന് പറഞ്ഞ ഓപ്പിയം. അതിന് അക്കാഡമിക്കലി നല്ല നോളജ്. He is also blushing from there. ബ്രഷ് ചെയ്യാണ് നീ അവിടെ നിന്നിട്ട്. ഇപ്പോഴാണ് ബ്രഷ് ചെയ്യണം. Blush. നമ്മുടെ ബോഡിയിൽ തന്നെ മുറിവേൽപ്പിക്കല്ല, മുറിയ അപകടപ്പെടുത്തുക, അതൊന്നും ചെയ്യാൻ പാടില്ലായിരിക്കും. ആക്ച്വലി അതിലൊക്കെ എപ്പോഴേലും ചെറിയൊരു താളപ്പുള്ള തെറ്റിക്കഴിഞ്ഞാൽ കളി അറിയില്ലേ. പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കൂലെന്ന്. ആ പക്ഷെ ഒരു പെണ്ണുണ്ട് കൂടെ എപ്പോഴും. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. How was your experience with this guy? This why നോക്കിയോ? So with the director or with Why Shine not? sir? These guys. These people. I had People so are much. all why നോക്കിയോ അല്ലേ? why നോക്കി means you know what? What is Vainoki? ഇംഗ്ലീഷ് എന്താ why നോക്കിയത്? Eve teasers. Okay. Eve teasers. Teasers. Okay. Or ടീച്ചറാ? Bullies. no, Eve teasers. Eve teasers. Okay. So I had so much fun dancing today with Shine sir. He was so spontaneous. ആരല്ലാട്ടോ ഞാൻ. Okay. What do I call you then? Shine. Shine. I had so much fun dancing with Shine. Shine. He was very spontaneous. I didn't even teach him any steps. He himself did it. So me and Liz did something and he did something completely different. And I felt safe working in the set during the song shoot. And he made sure we were feeling safe. Like it was a ഓ നീ അപ്പൊ നന്നായി long schedule, but I was having severe spine injury while dancing. I somehow managed to dance. So it was fun. And he was very, very polite and so sweet. Very warm and welcoming, the entire crew. Jemin was very helpful. Like everybody was very helpful. കണ്ടോ? സൂപ്പർ. ഞാനില്ലാത്തതൊക്കെ പറഞ്ഞ പിന്നെ വേറെ Next time, next movie, you ask me. Next time. അല്ല, ഒറ്റ ദിവസം കൊണ്ട് 24 hours ഷൂട്ട് ചെയ്ത് തീർത്തതാണ്. 24 മണിക്കൂർ ഷൂട്ട് ചെയ്തോ? ഷൂട്ട് ചെയ്ത് ഒരു ഫുൾ ഡേ ഷൂട്ട്. നമുക്ക് അങ്ങനത്തെ ആരായിരുന്നു ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ട്? ജോൺ വിജയ് സാർ ഡാൻസ് കളിക്കൂ? എല്ലാവരും പുള്ളിയെല്ലാം കളിച്ചു, നന്നായിട്ട് ഈ കളിച്ചു. ഡാൻസർ Yeah. എന്റെ കുറച്ച് അതായത് എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സുരേഷ് പെരിയ സാറിന്റെ പാട്ടാണ്. അപ്പോൾ It was really catchy. The main reason I said yes to this project was because of the song. It was really, really catchy. The first time I heard it, I loved it. Okay. It was, the music quality was also very good. Okay. അത് ആ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് ചുമ്ma ഒരാഗ്രഹം, നമ്മള് പുള്ളിയുടെ പിന്നെ ഐറ്റം സോങ് ആണല്ലോ. അല്ല, അങ്ങനെ ഡയറക്റ്റ് ഒന്നുമില്ല, ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന രീതിയിലേ ഉള്ളൂ ഞാൻ. പിന്നെ ഇപ്പൊ കുറച്ച് അകലെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം മിക്ക ആൾക്കാരും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കുന്നുണ്ട്. They're making special appearances in every now and then they do. തുടരും ചെറിയ ഷോട്ടിലൊക്കെ ഒന്ന് പോവര്. ഓക്കെ. ഇപ്പം നമ്മളിതൊരു ക്രിസ്മസിന് മുമ്പേ ഇറങ്ങുന്ന ഒരു സിനിമയാണ്, ഒരു ഫെസ്റ്റിവൽ സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും ഇറങ്ങില്ല. ഇപ്പം ഷൈൻചേട്ടനെ സംബന്ധിച്ച് ഡാഡി ഇല്ലാത്ത ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ? അപ്പോ ആ സമയത്ത് ക്രിസ്മസും ഡാഡി ആഘോഷിച്ചിട്ടുണ്ട് കുറെ ഇല്ലേ? അപ്പൊ അത് ആ ഒരു സമയത്ത് ഒരു മൂവിയും കൂടെ ഇറങ്ങാണ്. അപ്പൊ എന്താ ശരിക്കും തോന്നുക? ശരിക്കും തോന്നുന്നപ്പോ മൂവി ഇറങ്ങുമ്പോ എന്താ ഇത് അതിന്റെ വിഷമം നമുക്ക് അങ്ങനെ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് ഓണം അങ്ങനെയൊന്നും അല്ല വരുന്നത്. ഇടയ്ക്ക് എപ്പോഴേക്കും വരും, അത് പോവും, പോണം പിന്നെ എപ്പോഴേക്കും വീണ്ടും വരും. എന്തായാലും ഉറപ്പാണ് വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അധികം വരിക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ വരും. അപ്പം നമ്മൾ ക്രമേണ അത് കുറഞ്ഞു വരുമായിരിക്കും. എന്നാലും ഇടയ്ക്ക് വരും അത്.
ഓക്കെ. ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്റെ സിനിമയെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പൊ 2017 ഈ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 16 സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഇത്ര ഒരു കാലതാമസം ഇതിന് വന്നേ? അത് ഓരോരോ തടസ്സങ്ങൾ. വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് വേണ്ട ഷൂട്ട് ചെയ്യാൻ. അത് വന്നപ്പോ വെള്ളപ്പൊക്കം പേര് പോലെ തന്നെ ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കം. കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടോ 16? ഇല്ല 17 ഓഗസ്റ്റ് 15 ആ സമയത്താ വെള്ളപ്പൊക്കം. 2018 അതിനുശേഷം കൊറോണ. 18. ഇവൻ എഴുതിയതിനു ശേഷം ഈ വെള്ളപ്പൊക്കം വന്നു. അടുത്ത പടം ഏതാ? അപ്പൊ ഇത് ശരിക്കും റൈറ്റ് ചെയ്ത് വരാൻ വേണ്ടി ഒരുപാട് ടൈം ഹലോ, എടുത്തു റാം ജീറോ സ്പീക്കിംഗ്. അവിടെ. ഓക്കെ. ഇല്ല അത് ആക്ച്വലി 2017 എഴുതി കംപ്ലീറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ പിന്നെ ഓരോരോ തടസ്സങ്ങൾ പല രീതിയിൽ പല തടസ്സങ്ങൾ വന്നു, നീണ്ടു പോയി. പിന്നെ വെള്ളപ്പൊക്കം വന്നു, കൊറോണ വന്നു, കല്യാണം കഴിഞ്ഞ് പിന്നെ വെളിയിൽ പോയി. അല്ല അപ്പൊ പുറത്തു വേണ്ടി വന്നു. അങ്ങനെയൊക്കെ പിന്നെ കുറച്ചാൾ പുറത്തായിരുന്നു, വെളിയിലായിരുന്നു. പിന്നെ അമേരിക്ക, UK ഇംഗ്ലണ്ട് അല്ലേ? വൈഫ് അവിടെ ആണ്, അപ്പോ കുഞ്ഞു അവിടെയാണ്. അപ്പോ കുറച്ചാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഡിലേ ആയി. പോണം, ഇത് കഴിഞ്ഞിട്ട് പോണം. ഓക്കെ. അപ്പൊ ഈ അടിക്കപ്പ്യാർക്ക് ഒരു സെക്കൻഡ് പാർട്ടിന് നമുക്ക് ഉണ്ടാവുമോ? ഉണ്ടാവും. നോക്കാം, അറിയില്ല. അതിന്റെ ഇന്റർവ്യൂ കൂടി എടുത്താലോ നമുക്ക്? ആൾക്കാരില്ലല്ലോ. ഉണ്ട്, ഇതേ ആൾക്കാർ തന്നെയായിരിക്കും അല്ലേ? നമുക്ക് തുടങ്ങാം. സെക്കൻഡ് പാർട്ടിനെ എലിസബത്ത്, ഇപ്പൊ മഞ്ജു ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പം പൊതുവെ നമ്മൾ പറയുമ്പോൾ മഞ്ജു ചേച്ചി തന്നെ പറയാറുണ്ട്, ഞാൻ മറ്റേ വൈബ് തള്ളയാന്ന്. എങ്ങനെ തള്ള വൈബ് അല്ല, വൈബ് തള്ളയാന്ന് പറയാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പൊതുവെ മഞ്ജു ചേച്ചീനെ കുറിച്ച് ചോദിക്കുമ്പോഴും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ സ്ട്രിക്റ്റാന്ന് പറയുമ്പോഴും എന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ എനിക്കൊന്ന് മെൻഷൻ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഐഡ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പം ആള് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ. ജീവിതത്തിലും കുറച്ച് സ്ട്രിക്റ്റാ. എനിക്കൊക്കെ എത്ര ചീത്ത കിട്ടണമെന്ന് പറയാം. അടിയിട്ടാ രക്ഷപ്പെടാൻ എന്റെ ഭാഗ്യം. മഞ്ജു ചേച്ചി ഇതിനകത്തൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആളുടെ മോളായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ എന്നെ അതുപോലെ തന്നെ വെറുക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം ഞാനും ഒരു അതുപോലെ തന്നെ എൻ്റെ മഞ്ജു ചേച്ചി എന്ന എന്നെ പോലെ തന്നെ പിടിവാശിയുള്ള ഒരു മോളാണ്. അപ്പം അങ്ങനെ ലൈക്കബിൾ ആയിട്ടുള്ള ഞങ്ങള് ഒരു ഫാമിലി അല്ല. ഞങ്ങള് മൊത്തത്തിലൊരു മഞ്ജു ചേച്ചി മാത്രമല്ല, അശോകൻ സാറും ഉണ്ട്. അതെ, അശോകൻ ചേട്ടൻ ഉണ്ട്. അപ്പൊ ഞങ്ങള് മൊത്തത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ഫാമിലിയാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? ഞങ്ങൾ ആകെ ഒരു സീനിലൊക്കെ കാണണം. ഇതാണ് പ്രിൻസിപ്പാലും മോള് വന്നു അറിഞ്ഞു, കാണാൻ പറ്റിയത് എപ്പോഴാന്നൊക്കെ പറഞ്ഞു. ഞാൻ അത്രേ ഉള്ളൂ, നിങ്ങൾ വേറെ ബന്ധമൊന്നുമില്ല. സീനടക്കം പറയുന്നുണ്ടെങ്കിൽ പടം കഴിഞ്ഞു, ഇപ്പൊ കഥയും പറഞ്ഞു പടം കഴിഞ്ഞു. ഇല്ല, ആ സീനും പറയുന്നൊന്നും അറിയില്ലല്ലോ. നായിക വല്ലതും ആണോ? ഇതൊക്കെ ചെറിയ കോളേജ് പഠിക്കുന്ന പിള്ളേരല്ലേ. ഞാൻ കുറച്ചും കൂടി മുതിർന്ന മെച്ചൂർഡായ ഗൈസ് അല്ലേ നമ്മൾ അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് പൂർത്തിയാക്കിക്കോളും. ചോദിച്ചോ? മഞ്ചേച്ചിയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആദ്യത്തെ പടത്തിൽ മഹാറാണി. ആ കഥ പറയണേ. കുട്ടിക്ക് അത് പറയാൻ താല്പര്യമില്ല. നമ്മൾക്കിപ്പോ അടിനാശം വെള്ളപ്പൊക്കമാണ് മെയിൻ. ഇപ്പൊ ഇതിനകത്ത് ഒരു ആനയാണ് കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നുണ്ട്, സാധു എന്ന് പറഞ്ഞിട്ട്. ഈ ആനയെ ഡയറക്ട് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് പേടിക്കണം നമ്മൾ. എന്തായാലും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത്രയും ആനേനെ വരയ്ക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അല്ലേ? പിന്നെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കണ്ടല്ലോ, ആന ചെയ്യണത് നമ്മൾ ഷൂട്ട് ചെയ്യാന്നുള്ളൂ. ഇല്ല, അത് ആക്ച്വലി ഇത് ഒരുപാട് സിനിമകളിലൊക്കെ സ്ഥിരം പോകുന്ന ഒരു ആനയാണ്. വളരെ പേര് പോലെ തന്നെ സാധു, പുതുപ്പള്ളി സാധു എന്നാണ് പേര്. ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ആനയാ. അപ്പോ എന്താ വെച്ചാൽ നമ്മള് കറക്റ്റ് പറഞ്ഞു അതുപോലെ തന്നെ വന്ന് ചെയ്ത് കറക്റ്റ് പൊസിഷൻ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുക, പറയുന്ന പോലെ. പാപ്പാൻ കൊണ്ടുപോയി എലിഫന്റ്. അല്ലാതെ ആനയെ പോയി നിൽക്കുന്നു പറഞ്ഞു വെക്കുവോ? He's an actor. He's usually he's very famous in Kerala. Okay. Lot of fan followers like you. But last like you അവസാനം അതിന്റെ അവസാനം ആനയുടെ സ്വഭാവം മാറി. ഇത് ദേഷ്യം പിടിച്ചൊരു കാട്ടിലേക്ക് ഓടി പോയി കേട്ടോ. അല്ല, അത് ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേറൊരു സിനിമയുടെ ഷൂട്ടിന് ഞാൻ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാട്ടിലോട്ട് പേടിച്ചോടിയാണ്. അപ്പൊ ആ സമയത്ത് വാർത്തയൊക്കെ ആയിരുന്നു. പിന്നെ തിരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം കഴിഞ്ഞിട്ടാണല്ലോ ഭ്രാന്ത് വരിക. അങ്ങനെയാ അല്ലേ?
You have mad, no? I have mad. കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ നമ്മുടെ I സാധുവിനും have mad. You have ഷൈൻ ചേട്ടനും? കോമ്പിനേഷൻ ഉള്ളൂ. Madness. Yeah. I am a little crazy, Yeah. but not so insanely crazy. I'm a little crazy. But I am insanely crazy and madness. എങ്ങനെ ഉണ്ടായിരുന്നു? കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സാധുവായിട്ട്. സാധുവായിട്ട് എനിക്കാണ് കൂടുതലും കോമ്പിനേഷൻ സീൻ. ഞങ്ങൾ ഒട്ടി ഇരുന്നിരുന്നു. ആനപ്പുറത്തായിരുന്നു ഞാൻ ഫുൾ ടൈം. Did you guys develop like an emotional bonding with the elephant? Yeah. towards We have the a end? bedroom scene also. No, I didn't ask that. After the movie got over, after the shoot got over, did you have? I will say, Ane, Sadhu, ഞാൻ പോട്ടെ, bye bye. Did you have a hard time leaving? No. ഒരു pet affection. You mean that pet affection? Yeah, pet affection. I don't have no affection or emotion to anybody. Oh, that's a good thing. I wish I could be like him. But എന്നാലും നമുക്ക് ഒരാളെ വേദനിപ്പിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിക്കുക. ചേട്ടന് ആരെങ്കിലും പേടിയുള്ളത് ആനയായിരുന്നു. ആനപ്പുറത്ത് ഉള്ള സീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നിലത്തിറങ്ങി ഇതേപോലെ പറന്ന് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു സീൻ കഴിഞ്ഞിട്ട് അവിടെ ഇറക്കിയില്ല, അവിടെ തന്നെ ഇരുത്തി. ഇരുത്തിയിട്ട് പറഞ്ഞു ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ചേട്ടാ ഞങ്ങളെ വിളിക്കുവാ, ഇറക്കടോ വിളിക്കുക. ഞങ്ങൾ ആരും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ വേറെ സീൻ എടുക്കും, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചേട്ടാ മുത്തോളാം പറഞ്ഞിട്ട് വീണ്ടും ഇറക്കി. ശരിക്കും ഉള്ളതാണോ ഇത്? വീട്ടിൽ അങ്ങനത്തെ കൊച്ചുങ്ങളൊക്കെ ആനേനെ വാങ്ങിയാൽ മതി, അതിന്റെ മുകളിൽ കയറ്റിരുത്, അപ്പൊ അവിടെ ഇരുന്നോളും. ആനയുടെ മുകളിൽ ഇരിക്കാനൊന്നും പറ്റില്ല, നമ്മള് ഷൈൻ ചേട്ടനെ മേടിക്കാൻ ശരിക്കും ഒരു ആനേനെ വേണ്ടി വന്നു. ആനേനെ വേണമെന്നില്ല, ആനയായാലും മതി. ഓരോ ദിവസം ഓരോ ആനേനെ കൊണ്ടുവരേണ്ടി വരും. അയ്യോ, അതേപോലെ ഇപ്പൊ ഈ മൂവിക്കകത്ത് കുറച്ച് പുതുമുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതല്ല നമ്മൾ പുതുമുഖങ്ങള്, അതൊക്കെ എത്ര പുതുമുഖങ്ങളുണ്ട് ആയിരിക്കും. എത്ര പുതിയ ആൾക്കാർക്ക് നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്? ഡയറക്ടറോട് ചോദിക്കേണ്ട കാര്യം ഡയറക്ടർ. അതെ, അപ്പൊ അതില് ഒരാള് നുണക്കുഴി കണ്ടില്ല, ഒക്കെ നുണ കേട്ടോ പറയണം. Dimple. Dimple. Yeah, dimple. എന്നാണോ പറയാ? Yeah, dimple. അല്ല ഈ നുണക്കുഴിനെ. Yeah, dimple. It's cute when people have it. It's cute. How is dimples coming? I don't We are know. telling lie. No, അതൊരു മലയാളത്തിൽ മാത്രമാണോ നുണക്കുഴി? അത് നമ്മുടെ ഒരു മസിലിന്റെ ഒരു അങ്ങനെയാണെങ്കിൽ എനിക്ക് മസിലിന്റെ ഒരു പ്രോബ്ലം. എന്തൊരു മസിലിന്റെ പ്രോബ്ലം. പക്ഷെ അത് എല്ലാരും ഇപ്പൊ ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യലി ചെയ്യുന്നുണ്ട്. Actresses are getting it done. Yeah. Like here. ഇഞ്ചക്ഷൻസ് ഒക്കെ വഴി അത് ഇവിടെ ചെയ്യുന്നുണ്ട്. നുണക്കുഴിയാ? നുണക്കുഴി ഇഞ്ചക്ഷൻ വെച്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഈ റീൽസ് പോലുള്ളതിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കരി വാരി തേച്ചിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോ ഈ സൈഡിൽ ഇങ്ങനെ. Yeah, they contour it. They contour it here so that it looks like a dent. Yeah. അക്കാഡമിക്കലി നല്ല വിവരമുണ്ടല്ലേ? Yeah. അതാണ് ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഇവിടെ തന്നെ ഇരുന്ന് ഈ കൊച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട. പുതുമുഖങ്ങൾ, അതായത് ഒന്ന് ഒരാളാണ് ഇറ്റലി ഒരു പുതുമുഖം, അത് സഞ്ജയ് തോമസ് എന്ന് പറഞ്ഞാൽ, അത് എൻ്റെ കൂടെ പഠിച്ച +2 എൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അവൻ്റെ ആദ്യത്തെ പടമാണ്. പിന്നെ ഉള്ളത് സജിത് തോമസ്, അത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നതാണ്. അവൻ ഇതിനു മുമ്പ് തൃശങ്കു എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയൊരു വേഷം ചെയ്തിരുന്നു. അർജുന അശോകന്റെ കൂടെ ഒരു വേഷം ചെയ്തിരുന്നു. പിന്നെ പ്രിൻസ് അത് ഓഡിഷൻ നടത്തി ചെയ്തു. പ്രിൻസിനെ പറ്റി ഏതൊരു ഇന്റർവ്യൂല് പറയുന്ന കേട്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കൂലെന്ന്. പക്ഷെ ഒരു പെണ്ണുണ്ട് കൂടെ എപ്പോഴും. ഇതായിരിക്കണ്ടല്ലേ, സുന്ദരനും സുമുഖനും ചുരുണ്ട മുടി, നല്ല പ്രിൻസിനെ പറ്റി പറയുമ്പോ മാത്രമാണ് ചേട്ടൻ ഇത്ര വാചാലനായിട്ട് ഞാൻ കണ്ടത്. He has a crush on Prince. പെൺകുട്ടികളെ പറ്റി പറയാറില്ലേ? പറയാറുണ്ട്. എപ്പോഴും അവര് പെൺകുട്ടികളെ പറ്റി മാത്രമേ പറയാറുള്ളൂ. നമ്മള് പെൺപിള്ളാരെ പറ്റിയാണ് കുറ്റാണെങ്കിൽ നല്ലതാണ്, കുറ്റായിരിക്കും കുറച്ച് കൂടുതൽ പറയാം. അല്ല, നല്ലത് നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയാവും, ഭംഗിയാ, നല്ല രസ, കണ്ണുകൾ രസ, മുക്കള് കണ്ണ് രസ, നല്ലപോലെ ഷൈൻ ചേട്ടനും പറയുന്നു അല്ലേ? പറയുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രിൻസ് വരെയാണ് നമ്മള് പുതുമുഖമായിട്ട്. പിന്നെ അത് തല്ലുമാല. They're exchanging kisses. Yeah. Flying kiss. Yeah, flying kiss. ഇവിടെ നോക്കും മറ്റേ കുട്ടിയുടെ പോലെ ഇല്ലേ, പ്രിയങ്ക ചോപ്രയുടെ ഒരു അനിയത്തിയില്ലേ, പരിണിതി ചോപ്ര. Yeah. Did anybody tell them? First I am no. പിന്നെ പുതുമുഖമല്ല, വിനീത് മോഹൻ. അത് അല്ല, വിനീതേട്ടൻ ആക്ച്വലി നമ്മുടെ അടികപ്പിയാറിനകത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ പടം പിന്നെ ശ്രീകാന്ത് വെട്ടിയാറുടെ ലുക്ക് കുറെ പേര് കമന്റിലൊക്കെ നോക്കണം. വാറുണ്ണി എന്ന് പറയുന്നുണ്ട്,
കുറെ പേര് ഭദ്രൻ എന്ന് പറയുന്നുണ്ട്, പുട്ടുറുമീസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ റെഫറൻസ് എടുത്തിട്ടാണോ ശരിക്കും ശ്രീകാന്ത് വെട്ടിയാറ ക്യാരക്ടർ? അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു ആദിവാസി മൂപ്പന്റെ മകനാണ്. അപ്പൊ അങ്ങനെ ഒരു ഇച്ചിരി കാട്ടിലെ മകൻ എന്നുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ലുക്ക് ശരിക്കും വരച്ച പോലെ ഇല്ലേ, കാർട്ടൂൺ പോലെ ഉണ്ട്. കണ്ണുകൾ കണ്ടോ? See, I told you he has a special crush on Prince. അതെ, പ്രിൻസേ. ഓക്കെ, He is also blushing from there. ബ്രഷ് ചെയ്യാണ് നീ അവിടെ നിന്നിട്ട്? ഇപ്പോഴാണ് ബ്രഷ് ചെയ്യണം. Blush. ബ്ലഷ്. ഓക്കെ, ഞാൻ എന്റെ ക്വസ്റ്റ്യൻ വരെ മറന്നു, എന്താ ചോദിച്ചത്? പുതുമുഖങ്ങൾ, New faces. ന്യൂ ഫേസസ്. ശ്രീകാന്ത് വെട്ടിയാർ. അതെ അതെ. ശ്രീകാന്ത് വെട്ടിയാർ എല്ലാരും ചോദിക്കുന്നുണ്ട് പുട്ടുറുമീസ്, വാറുണ്ണി, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന്റെ എന്തെങ്കിലും ഒരു ഇല്ല അങ്ങനെ അങ്ങനത്തെ റെഫറൻസ് അല്ല, നമ്മൾ അങ്ങനത്തെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചതാ. ഓക്കെ, അങ്ങനെ എടുത്തതാണ്. നമ്മുടെ സിനിമയിൽ ഒരു അധോലോകം അധോലോകം ഉണ്ടോ നമ്മുടെ സിനിമയില്? ആ ഒരു സെറ്റപ്പ് ഒക്കെ നമ്മള് ജോൺ വിജയ് ഒരു അധോലോക നായകനാണ്. അവിടുത്തെ ഒരു ലോക്കൽ അണ്ടർവേൾഡ്, അവിടുത്തെ ഒരു അണ്ടർവേൾഡ്, ലോക്കൽ അണ്ടർവേൾഡ്. ഇപ്പൊ ഒരു കേരള തമിഴ്നാട് ബോർഡറിലുള്ള നടക്കുന്ന ഒരു അവിടുത്തെ ഒരു പുള്ളി ഒരു തമിഴ് ക്യാരക്ടർ തന്നെയാണ്, ഗഞ്ചാ കറുപ്പ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിന് അക്കാഡമിക്കലി നല്ല നോളജ് ഉണ്ട്. കുട്ടിയുടെ കൂടെ ഗോൾ അടിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് ഗോൾ അടിക്കുന്നത്. അങ്ങനത്തെ അണ്ടർവേൾഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ കഥയിലേക്ക് പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ ഷൈൻ ചേട്ടാ, ഒരു അധോലോകം എന്തെങ്കിലും അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടായാൽ നമ്മൾ അതിന് എന്ത് പേരിടുമായിരിക്കും? എന്തൊരു പേര്? ലോകം വിളിക്കും, വെറുതെ ലോകം എന്ന് വിളിക്കും. നമ്മളെല്ലാം അധോലോകരല്ലേ, നമ്മളെല്ലാം കള്ളക്കടത്തും. പേരിനൊരു മാറ്റം ഉണ്ടാവും ഒരു ഡോണൊക്കെ ആവുമ്പോ. ഈ കള്ളക്കടത്തിനല്ലേ അധോലോകം എന്ന് പറയണത്, കള്ളക്കടത്ത് നടത്തുന്നതിനെ. നമ്മളിപ്പോ ഒരു സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോ ആരാണ് സർക്കാർ പറഞ്ഞ രീതിയിൽ ഇവിടെ മുദ്രപത്രം റെഡിയാക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ടാക്സ് വെട്ടിക്കുന്നില്ലേ? എനിക്ക് അറിയാത്ത കാര്യത്തെ പറ്റി ഞാൻ എങ്ങനെ പറയും? അല്ല, ജനിച്ചിട്ട് 26 കൊല്ലം. നമ്മളിപ്പോ ഒരു സ്ഥലം വാങ്ങാൻ വിചാരിക്കുക, 10 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് വിൽക്കുകയാണ് വിചാരിക്കുക. ആ സ്ഥലത്തിന് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു എന്തുണ്ടാവും? വില. ആ വിലക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നുണ്ട് ആരെങ്കിലും? ഇല്ലായിരിക്കും. ഞാൻ ഒന്നും വിറ്റിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് ചോദിച്ചോക്കെ. വാങ്ങുന്നുണ്ടോ? അങ്ങനെ വാങ്ങിച്ചിട്ടില്ല, ഇവരാരും ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും അത് ചെയ്യണ കാരണേ. ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടോ? ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കിട്ടില്ല അങ്ങനെ ഒരു സ്ഥലവും, വിൽക്കാനും പറ്റൂല. അപ്പോ ടാക്സ് വെട്ടിക്കലാണോ അത്? അതെ. അപ്പൊ അത് കള്ളക്കടത്താ. നമ്മൾ വിഷയത്തിൽ നിന്ന് പോവുകയാണ്. ഇല്ല, വിഷയത്തിൽ തന്നെയാ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കണം. അധോലോകം ഉണ്ടോന്നല്ലേ ചോദിച്ചത്? അധോലോകം എല്ലാവർക്കും അപ്പൊ അധോലോകം ഉണ്ട്. ലോകം കാണാത്തതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് അധോലോകം എന്ന് പറയണത്, അല്ലേ? ലോകത്തിന് അല്ലാതെ വേറൊരു ലോകം, അങ്ങനെ ഒരു ലോകം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ബ്ലാക്ക് മണി നിരോധിച്ചത്. അപ്പൊ ഉണ്ടായിരുന്നല്ലോ ഈ സാധനം ഇവിടെ. അത് ഇത്രയും കാലം നമ്മൾ ബ്ലാക്ക് മണി വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. അത് നിരോധിക്കണമെങ്കിൽ അത് ഇവിടെ ഉണ്ടാവണ്ടേ? അത് തീർന്നാ ബ്ലാക്ക് മണി? തീർന്നിട്ടുണ്ടാവില്ല. ഇല്ല. അപ്പൊ അതും അറിയാം. അപ്പൊ അതന്നെ അധോലോകം. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് ഒരു മെൻസ് ഹോസ്റ്റലുണ്ട്. അപ്പം ഇപ്പോഴും മെൻസ് ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ ഈ സിനിമയിലുണ്ടോ? വേറെ ആരെങ്കിലും കേറുന്നുണ്ടോ ഇതിനകത്ത്? ഇല്ല, അങ്ങനൊന്നും ഇല്ല. കോളേജും എന്താ പറയുക, എഞ്ചിനീയറിംഗ് കോളേജ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന് ഹോസ്റ്റലിൽ ചെറിയൊരു റെഫറൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. കോളേജിൽ ഭയങ്കര അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അടിയുണ്ടാക്കാൻ ഇല്ല. ഇവര് അടി ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നല്ല, ഞങ്ങള് പാവങ്ങളായിരുന്നു. പ്രേതകഥകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണോ ഇവരുടെ അടികപ്പേര്? ശരിക്കും ഒറിജിനൽ അനുഭവത്തിൽ നിന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടാണോ? ആ പെൺകുട്ടീനെ കയറ്റിയത് ഒഴിച്ച് ബാക്കിയൊക്കെ ഇവര് ഉണ്ടാക്കിയതോ? ആ ചെടിച്ചട്ടി ആണോ? അല്ല, അത് കോളേജ് ലൈഫില്, ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് കിട്ടിയ ത്രെഡാണ്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള പല സീക്വൻസുകളും, പ്രത്യേകിച്ച് ലാസ്റ്റിലത്തെ ഓജോ ബോർഡ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഞങ്ങള് കോളേജില് ഫസ്റ്റ് ഇയറിൽ വന്നപ്പോ മറ്റു കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി പരിപാടികളാണ്. അതിന്റെ മെയിൻ ആളാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ. ഫസ്റ്റ് ഇയർ No, I'm yet to see the movie. Watch the movie. അപ്പോൾ അവിടുത്തെ ഞങ്ങള് അന്ന് ഫസ്റ്റ് ഇയർ വന്നപ്പോ ഞങ്ങള് കളിച്ചു ഇതൊരു ഓജോ ബോർഡ്
ബോർഡ് ഇതുപോലെ നമ്മൾ ഫേക്കായിട്ട് കളിച്ച് യക്ഷി പ്രേതം ഹോസ്റ്റലിൽ വന്നു എന്നുള്ള രീതിയിൽ നമ്മളൊരു അതിനൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. സിനിമയെ കാണിച്ചതുപോലെ നമ്മൾ ഒരാളിരുന്ന് കളിക്കുന്നു, ബാക്കിയുള്ളവർ ഞങ്ങൾ 4-5 പേര് ഇതുപോലെ ചുറ്റും കിടന്ന് ചോര തെറിപ്പിക്കുന്നു, വെള്ളം ചീറ്റുന്നു, വാഴ വെട്ടിയിടുന്നു. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സിറിഞ്ചിനകത്ത് ഈ കോഴിയുടെയും ചോര നമ്മൾ വാങ്ങിച്ച് സൈക്കോ ആണല്ലേ. ഫസ്റ്റ് ഇയർ വന്നപ്പോ തിളച്ചിരിക്കുന്ന പ്രായമാണല്ലോ നമ്മള്. അപ്പൊ ഇവര് തേർഡ് ഇയറിൽ എന്തായിരിക്കും ചെയ്തെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് സ്വയം അല്ല ഒന്നുമില്ല, നമ്മള് മലയാളം മനസ്സിലായി ഒരു ഇന്റർവ്യൂടെ എന്തോ എങ്ങനെയൊക്കെ സ്വയം എങ്ങനെ എന്റർടൈൻ ചെയ്യാന്ന് നോക്കി നടക്കുന്ന കുറച്ച് ടീംസ് ആയിരുന്നു ഞങ്ങള്. ഈ മറ്റുള്ളവരെ പേടിപ്പിച്ചിട്ടാണോ സൈക്കോ ഡയറക്ടർ താങ്കൾ എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നത്? അതൊരു സുഖല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ഞാനുണ്ട്, ജമീനാണ് മെയിൻ ആള്, പിന്നെ ടീനി, അലക്സ്, സജിത്ത്, മോഹൻ, സഞ്ജയ് ഇല്ല, സഞ്ജയ് +2-നായിരുന്നു. പിന്നെ അച്ചു എന്നൊക്കെ പറഞ്ഞ അച്ചു തൃശങ്കുവിന്റെ ഡയറക്ടർ ഉണ്ട്. അമിതയുടെ ക്യാരക്ടർ ചെയ്താരാ? അതില്ലായിരുന്നു, അത് ഭാവന, അത് ഇമാജിനേഷൻ. പെണ്ണിന്റെ പേര് കിട്ടി, ഭാവന, നമിതയല്ല, അത് ഭാവന. ഭാവന മാറിപ്പോയി. ആ ഭാവനയല്ല ഇത്, ഭാവന. ഭാവന ഇത്രയും നാളും ചോദിച്ചിട്ട് അത് മാത്രം അങ്ങനെ ഒരു പെണ്ണില്ല, കറക്റ്റ് വീണു. അങ്ങനെ ഒരു പെണ്ണില്ല, ഇതെന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഓജോബോർഡ് കളിക്കുക, അപ്പൊ അങ്ങനെ ഫേക്ക് ആയിട്ടിരുന്ന് കളിക്കുന്നു. അലക്സ് എന്ന് പിന്നെ അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അലക്സ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നത്, കളിച്ചിട്ട് അവൻ ആവേശം മൂത്ത് അവൻ തന്നെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ചോര എടുത്ത് കണ്ണി തേച്ച് ആ രീതിയിലൊക്കെ പേടിപ്പിക്കുകയും അങ്ങനെ ഹോസ്റ്റൽ മൊത്തം ഒരു ഹോണ്ടഡ് ഹോസ്റ്റൽ പ്രേതബാധയായി. കേട്ടോ ഷൈൻ ചേട്ടാ? ഞാൻ ഒന്നും കേൾക്കില്ല, എനിക്ക് പ്രേതം അയാളെ പേടിയാ. തൊടയില് ബ്ലേഡ് വെച്ച് കീറിയിട്ട് ആ ചോര എടുത്ത് കണ്ണി തേച്ച് നന്നായിട്ട് പെൺകുട്ടികള് ബ്ലേഡ് വെച്ചിട്ട് ഇവിടെ കീറും. എല്ലാ പെൺകുട്ടികളുടെ കയ്യിലുമുണ്ട് ഇവിടെ ഒരുവിധം. എന്റെ കയ്യിലില്ലല്ലോ. ഇല്ല, അതില്ല. അങ്ങനെയൊന്നും ആർക്കും എല്ലാരും അങ്ങനെയല്ല, ജനറലൈസ് ചെയ്യരുത്. പക്ഷെ പെൺകുട്ടികളാണ് ആൺകുട്ടികളെ മെയിൻ ആയിട്ട് ജനറലൈസ് ചെയ്യുക. പക്ഷെ അതെങ്ങനെയാ പറയാൻ പറ്റും? എന്തിനാണ് ഈ ആണുങ്ങൾ ഇങ്ങനെ കുറ്റം പറയണത്? ആണുങ്ങൾ പെമ്പിള്ളാരെ കുറ്റം പറയണല്ലേ? ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ ഉള്ള കാര്യമായിട്ട് പറഞ്ഞു. ഒരുവിധം കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്തെങ്കിലും മുകളിൽ മാത്രം വരച്ചിട്ട് കുറച്ച് ആഴത്തിലൂടെ പറയണ്ടേ. I think you have the same vibe. പല കാര്യങ്ങളിലും ഷൈൻ ചേട്ടൻ പറയുന്നത് സൂപ്പർ ആയിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അറിയില്ലേ, ആ കുട്ടിക്ക് കുറച്ചും കൂടി അനുഭവങ്ങളുണ്ട്. ഞാൻ കണ്ട കാര്യമാണ് പറയണത്. കാരണം അതൊരു കാര്യം, സത്യമുള്ള കാര്യമാണ്. അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല. പിന്നെ ഈ ഒരു ചിത്രം തന്നെ ഉപയോഗിച്ചിട്ട് ഇവര് പലവർക്കും അയക്കുന്നുണ്ട് ഒരാളുടെ ചിത്രം വെച്ചിട്ട്. അതും ഞാൻ കണ്ടുപിടിച്ചു. നോട്ട് എവരി ഗേൾസ് ആർ കട്ടിങ് വിത്ത് വൺ പിക്ചർ, ദേ ആർ സെൻഡിങ് അതർ every guy. Okay. എടി നീ കഴിഞ്ഞ ആഴ്ച മുറിച്ച ചിത്രം ഇല്ലേ, അതൊന്നും തന്നെ എന്റെ കാമുകനെ ഇതൊക്കെ ഉള്ളതാ. അതിനെ അധോലോകം എന്ന് പറയാ. അത് വേറെ അധോലോകാണോ? പക്ഷെ നമ്മളെ അതിനേക്കാളും കുരുത്തക്കേടുണ്ട്, അതുകൊണ്ടാണല്ലോ അവര് അയക്കണത്. ആയിരിക്കല്ലേ? അല്ലാതെ വെറുതെ നല്ലൊരാൾക്ക് അയക്കില്ലല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ. നമ്മുടെ ബോഡിയിൽ തന്നെ മുറിവേൽപ്പിക്കല്ല, മുറിയുക, അപകടപ്പെടുത്തുക, അതൊന്നും ചെയ്യാൻ പാടില്ല ശരിക്കും. ആക്ച്വലി അതിലൊക്കെ എപ്പോഴേലും ചെറിയൊരു താളപ്പുള്ള തെറ്റിക്കഴിഞ്ഞാൽ കളി അറിയില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ അന്ന് പേടിപ്പിച്ചിട്ടുണ്ടാക്കിയ കഥയാണ് അടികപ്പിയാരെ കൂട്ടമണി. നമ്മളിത് ആരെ പേടിപ്പിച്ചിട്ടുണ്ടാക്കിയ കഥയാണ് അടിനാശം വെള്ളപ്പൊക്കം. ഇത് എന്തെങ്കിലും ലൈഫ് സ്റ്റോറിയായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടോ? അടിനാശം കോളേജിൽ നടക്കുന്ന പിള്ളേരൊക്കെ ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കഥകളല്ലേ? പേഴ്സണൽ കണക്ഷൻ അല്ല, ഇത് അല്ലാതെയുള്ള കിട്ടിയ ഒരു എല്ലാ കഥ ഇവരൊക്കെ ജീവിതത്തിൽ നടന്നാന്ന് പറയരുതിട്ടോ. അങ്ങനെയല്ല, നമ്മളിങ്ങനെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കഥകൾ എടുത്ത് ചെയ്യുന്ന സിനിമാക്കാരോട് ചോദിക്കാമല്ലോ. ഇവരെ പ്രണയകഥ വരാണ്ട് ഇനി അടുത്തത് ഒരു അടിപ്പടമായിരിക്കും. അടി ഉണ്ടാവും അതിനകത്ത് ഒരു പേരിനകത്ത്. നിങ്ങളുടെ ഭാര്യയുടെ പിന്നെ UK വരട്ടെ എന്നിട്ട് അല്ലേ അടുത്തൊരു സിനിമയില് നമുക്ക് ഈ അടി എന്നുള്ള പ്രയോഗം തൽക്കാലം അടി നിർത്തുവാണ്. 3-ൽ നിർത്തുവാണോ നമ്മള്?
അടി നിർത്തി. അടി അല്ല അതാണ് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇന്റർവ്യൂവിൽ ആർക്കും പറയാനായിട്ടൊന്നും തീരുമാനിക്കരുത്. അടികപ്പിയാര് ചെയ്താലോ രണ്ടാമത്? Second part. People are waiting for it. ഒന്ന് മാറ്റി പറയേണ്ടതില്ലേ? അല്ല തൽക്കാലം അതാണ് തൽക്കാലത്തേക്ക്. തൽക്കാലം 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും അടുത്ത അടിപ്പടമായി വരുമോ നോക്കാം. അപ്പോഴത്തെ ഇപ്പൊ എന്തായാലും ഇപ്പൊ തൽക്കാലം ഇപ്പൊ അടുത്തതായിട്ടൊൊന്നും അടി അല്ല ആക്ച്വലി അടിയില്ലാത്ത പടം ഏതാണെന്ന് പറഞ്ഞു. ഇല്ല. എല്ലാ പടം അവസാനിക്കും അടി കൂടിയിട്ടല്ലേ? അതെ അതെ. പിന്നെന്താ? അല്ല ഞാൻ ചോദിച്ചതേ ഈ നമ്മള് ടൈറ്റില് അടി എന്നുള്ളത് വെച്ച് പോകുമ്പോ അടുത്ത ടൈറ്റിലും അങ്ങനെ ഉണ്ടാവും. ടൈറ്റിലൊന്നും ഇല്ല. ഇല്ല. ആദ്യത്തെ അടി കപ്പിയാരെ കൂട്ടമണി എന്ന് പറയുന്നത് ഇടിയല്ല, അടിയല്ല. അല്ല നമ്മളെ നോക്കിയേ കണ്ട അടി കപ്പിയാരെ ADI അവിടെ ഒരു അടി അടിയല്ലല്ലോ, അടിയല്ലല്ലോ, മണി അടിക്കാൻ പറയണതല്ലേ? മണിയടി. അടിയില്ലേ അടി. എന്നാ ഇടിന്നാക്കാം. വേണ്ട, ഇടിയാണ് ശരിക്കും ഇടി. ഇടി അടി എന്ന് പറഞ്ഞാൽ അതല്ല. അടി ഷോട്ട് കുറഞ്ഞത് അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ഈ അടിനാശം വെള്ളപ്പൊക്കം സൂപ്പർ ഹിറ്റ് ആയിട്ട് തന്നെ എന്തായാലും വരട്ടെ എന്ന്. എന്താ വരട്ടെ എന്ന് പറഞ്ഞ അടിനാശം വെള്ളപ്പൊക്കം എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. സെറ്റിലൊരു അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നത് ഈ നിങ്ങളുടെ ടീമിൽ ആർക്കായിരിക്കും? അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അതൊരു കുന്നിന് മുകളിലുള്ള സ്ഥലം. ഇല്ല എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാം കറക്റ്റ് ആയിട്ട് ഷൂട്ട്. ഞാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ലല്ലേ ആക്ച്വലി. ഈ ഷൈൻ ചേട്ടൻ ഇപ്പൊ ഈ ഓടി ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടു. കുറച്ച് ഓടി ഇങ്ങനെ നടക്കുക, എന്തെങ്കിലും നടക്കുക, ഓടുന്ന കണ്ടു. പിന്നെ സൈക്കിൾ എവിടെ അങ്ങോട്ട് പോണ കണ്ടു, പിന്നെയും ഓടണ കണ്ടു. നമ്മുടെ സെറ്റിലും ഇങ്ങനെ ഓടിച്ചാട്ടിലൊന്നും ഇല്ലായിരുന്നല്ലോ. സൈക്കിൾ ഓടിക്കും അല്ലെങ്കിൽ ഷൂട്ട് ഇല്ലാത്ത സമയങ്ങളിൽ പുള്ളി ഇങ്ങനെ ഇറങ്ങാറുണ്ട്. ഷൂട്ടുള്ള സമയത്തൊന്നും ഒരു പ്രശ്നമില്ല. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്ന് അഭിനയം. അല്ല വേറെ കാര്യത്തിൽ ഈ പറഞ്ഞ പ്രൊഫഷണലിസം പക്കയാണ്, കമ്മിറ്റഡ് ആണ്. പ്രൊഫഷണലിസം എല്ലാം കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിലല്ല, സിംഗിൾ അല്ലേ? He's making it clear. അത് സിനിമയിൽ പറയുന്ന പോലെ പക്ക അതാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ടൈമിങ്ങിൽ വരിക. നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബാക്കിയൊക്കെ പുള്ളിയുടെ ഒരു കുട്ടികളി. പിന്നെ നമ്മളിത് ഇപ്പൊ ക്യാമറ മുന്നിൽ വന്നിട്ട് പെട്ടെന്ന് ചാട് ഓടുന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ നടക്കണ്ടേ? അതപ്പോ നമ്മള് ഫുൾ ടൈം അതിനു വേണ്ടി റെഡി ആയിട്ടിരിക്കണം. അല്ലാതെ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയാം ആക്ടറിന്റെ ഷൈ, ചളിപ്പ്, അതിനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ ഞാൻ അവിടെ പാട്ട് പാടുന്നു, ഇവിടെ സംസാരിക്കുന്നു, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോ എന്റെ ആ ചളിപ്പ് പോകും. അപ്പോഴേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അവിടെ. അപ്പൊ ആക്ടറെ സംബന്ധിച്ച് അവൻ കംഫർട്ടബിൾ ആക്കുകയാണ് ആ സ്പേസിനെ. അവന്റെ ആ സ്പേസിന് ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്നോ അത്രയും അവന് പെർഫോം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അത് എന്റെ ജോലിക്ക് നല്ലതാ, കറ നല്ലതാണെന്ന് പറയുന്ന പോലെ ബാക്കിയുള്ളവരെ ഓടിച്ചാടി നടക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പടം അടിപൊളിയായിട്ട് തിയേറ്ററിലും വമ്പൻ ഹിറ്റ് ആവട്ടെ. ഇപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യാനിരിക്കുമ്പോ ഞാനും ഇതിന്റെ ഒരു ഭാഗമാവില്ലേ? നമ്മളെ പടം ഒന്ന് സുഖമായിട്ട് പറഞ്ഞൂടെ? അപ്പം നിങ്ങളുടെ പടം അടിപൊളിയാവട്ടെ, സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സൂപ്പർ ഹിറ്റ് ആവുന്നല്ല, നമ്മള് പടം എല്ലാ പടങ്ങളും നമ്മള് ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആളുകൾ കണ്ടിട്ട് അഭിപ്രായം പറയണം എന്നുള്ളതാണ് മെയിൻ കാരണം. പിന്നെ തിയേറ്ററിൽ പടങ്ങൾ കാണുക, നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ. നല്ല അഭിപ്രായമോ അവരെ പല അഭിപ്രായങ്ങളും ഉണ്ടാവാം, പക്ഷെ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. ഇതൊരു കുഞ്ഞു മൂവി, ഒരു കോമഡി എന്റർടൈനറാണ്. വലിയ കോമഡിയാണ്, വലിയ ഒരുപാട് ലോജിക്കോ കാര്യങ്ങളൊന്നും നോക്കണം. നിങ്ങൾക്ക് വന്നിരുന്ന് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കണ്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ചെറിയ പടം. ലവ് ട്രാക്ക് ഏതെങ്കിലും ഉണ്ടോ? സഞ്ജയും അതിനുള്ള സമയമൊന്നും ഇല്ല. വേറെ അപ്രോച്ചബിൾ അല്ല. ലവ് ട്രാക്ക് അങ്ങനെ അല്ല. എനിക്ക് എന്തെങ്കിലും ലവ് ട്രാക്ക് ഉണ്ടോ? ഞാൻ അറിയാതെ ടീച്ചറായിട്ട് എന്തോ സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. സീനില്ല, അത് സംശയം. അല്ല അതല്ല, വേറെ ഹിൽഡ ടീച്ചറായിട്ട് ആ ടീച്ചർ എന്തോ ഇഷ്ടത്തോടെ സംസാരിക്കാം. എന്താ മാഷി വീണോ ബാത്റൂമിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. I don't want love track. ഓക്കെ, അങ്ങനത്തെ ഒരു മൂവിയാണ്. കാണുക, തിയേറ്ററിൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓൾ ദി വെരി ബെസ്റ്റ്. Thank you. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.